ഒരു പ്രമാദമായ ക്രിമിനൽ കേസിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ ആ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുകയും ആ സ്ഥലത്ത് പോവുകയും കേസിന്റെ ഭാഗമായ കാര്യം ഡിവൈഎസ്പിയോട് സംസാരിക്കുകയും അതിനനുസരിച്ച് ഡിവൈഎസ്പി പിറ്റേ ദിവസം താൻ പറഞ്ഞത് മാറ്റിപ്പറയുകയും ചെയ്താൽ ഞങ്ങൾ ചോദിക്കുന്നു, ഇതിൽ പരം ഇടപെടലിന്റെ തെളിവുകൾ വേണോ? ഇതിൽ പരം ഈ കേസിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ വേണോ? കേസ് അട്ടിമറിക്കാൻ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊല നടത്തിയതായിരിക്കുന്ന പ്രതികൾക്ക് വേണ്ടി എങ്ങനെ CK ശശീന്ദ്രനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇടപെടാൻ പറ്റുന്നു? ഒരു മിടുക്കനായ വിദ്യാർത്ഥിയെ അരുങ്കൊല ചെയ്ത പ്രതികൾക്ക് വേണ്ടി സംസാരിക്കാൻ എങ്ങനെ ഇവർക്ക് സാധിച്ചു? അവിടെയാണ് പ്രതികളും CPM-ഉം സർവകലാശാല അധികൃതരും പോലീസും ഈ ഒരു വൃത്തം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി രൂപപ്പെട്ടു. എന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഈ കുടുംബത്തിന്റെ കൂടെയാണ്. ആർഷോ പറഞ്ഞ അതേ ഡയലോഗാണ്. ഞാൻ ചോദിക്കുന്നു, പ്രതികളെ ഹാജരാക്കുമ്പോ കോടതിയിൽ പോയി ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണോ കുടുംബത്തിന്റെ കൂടെ ആണോ? പോലീസിനെ ഉപയോഗിച്ച് ഈ കേസിന്റെ തെളിവുകളെ നശിപ്പിക്കാൻ ദിവസങ്ങളോളം പൂഴ്ത്തിവെച്ചതാണോ കുടുംബത്തിന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കൽ? സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുപ്പിച്ച് ഈ വിഷയം മറ്റൊന്നാണെന്ന് പറയിപ്പിക്കാനാണോ കുടുംബത്തിന് വേണ്ടിയുള്ള ഇടപെടൽ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി, സിദ്ദിഖിനെതിരെ കേസെടുക്കണം, കേസെടുത്തില്ലെങ്കിൽ കേസെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുകയുണ്ടായി. ഞാൻ ഗഗാറിനെ വെല്ലുവിളിക്കുകയാണ്, എന്നാൽ താനങ്ങ് കേസെടുക്ക് ബഹുമാന്യനായ ഗഗാറിൻ. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെയാണ് വയനാട്ടിലെ പോലീസ് കേസെടുക്കുന്നതെങ്കിൽ ആ കേസ് നേരിടാൻ, സിദ്ധാർത്ഥിന് വേണ്ടി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാ പിന്നെ കേസെടുക്കാൻ വെല്ലുവിളിക്കുക. ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കണം. അതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഞാൻ CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു, ഹോസ്റ്റലിൽ പോയതിന്റെ പേരിൽ കേസെടുക്കാൻ വെല്ലുവിളിക്കുകയാണ്. പോലീസും ഗഗാറിനും കേസെടുക്കട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് കേസുണ്ടാവില്ല എന്നുള്ള ധാരണയിലല്ല. കേസും ജയിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള മുൻബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭരിക്കുന്ന CPM-ഉം പ്രതികൾ SFI-യും പോലീസാണ്, പിണറായി വിജയന്റെ പോലീസുമാണ് ഇവിടെ. ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, ഈ കേസിൽ സിദ്ധാർത്ഥിന് വേണ്ടി ഇടപെടാൻ നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി, രാഷ്ട്രീയപരമായി ഇല്ലാ കഥകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും അവരുടെ മുഖം തകർക്കലും നടത്തിക്കൊണ്ടിരിക്കുക. ഇത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലി ഈ കേസിൽ നടത്തുകയാണ്. ഇന്നലെ വെറ്ററിനറി കോളേജിന്റെ പരിസരത്ത് നടന്ന യോഗത്തിലെ രണ്ടുപേരുടെ ഇവരുടെ ഗഗാറിന്റെ ഉൾപ്പെടെ പ്രസംഗം, ഇന്നലത്തെ പത്രസമ്മേളനം, ഈ ഇടപെടൽ വളരെ കൃത്യമാണ്. എന്താ? പ്രതികളെ പിടിക്കുകയല്ല
അവർക്കാവശ്യം ഇടപെടുന്നവരെ തേജോവധം ചെയ്യലാണ്. ആ ഭീഷണിയും തേജോവധവും CPM ഓഫീസിലും വീട്ടിലും ചെലവഴിച്ചാൽ മതി, ഞങ്ങളോട് നടക്കില്ല എന്ന് CPM-നോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അരുങ്കൊല ചെയ്ത, നിങ്ങൾ കെട്ടിത്തൂക്കി കൊല ചെയ്ത ഈ മിടുക്കനായ പാവം വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്നത് വരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തും, പോരാടും. ആ പോരാട്ടത്തെ വ്യക്തിപരമായ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് അതിനെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിൽ വീഴാൻ ഒരുക്കല്ല.